ഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു ഫുഡ് ചലഞ്ചാണ് ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ബൾക്കിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതിൻ്റെ അർത്ഥം കൂടി അറിയില്ല ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് എനിക്ക് കൃത്യമായിട്ട് വണ്ണം വയ്ക്കാനാണോ ഈ ബൾക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതോ മസിൽ ബിൽഡ് ചെയ്യണേനാണോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇന്ന് ആക്ച്വലി തിന്ന് മുടിപ്പിക്കൽ എന്നുള്ളൊരു പരിപാടി നമ്മൾ വളരെ റാൻഡമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു ഫുഡ് ചലഞ്ച്. ഇന്ന് നമ്മൾ 8 റൊട്ടിയാണ് നമ്മൾ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ടോപ്പ് ലെവലിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഇത് വയ്ക്കില്ലേ, ഒരു പാരാമീറ്റർ ഒരു ഇത് വയ്ക്കില്ലേ, ഒരു നിശ്ചിത അളവിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാജസ്ഥാനിൽ വെച്ചിട്ട് ഒരു അൺലിമിറ്റഡ് ഫുഡ് ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എത്ര പറ്റും എന്നെക്കൊണ്ട്, അമ്മയ്ക്കും ഒരു ആഗ്രഹം, എത്ര പറ്റും നിന്നെക്കൊണ്ട്. നീ സാധാരണ ഇവിടെ 2 ചപ്പാത്തി 3 ചപ്പാത്തി 4 ചപ്പാത്തിയൊക്കെ കഴിക്കാറുള്ളൂ. നീ അവിടെ പോയിട്ട് 10 ചപ്പാത്തിയും 8-10 ചപ്പാത്തിയൊക്കെ തിന്നു. അത് കഴിഞ്ഞ് ഫുഡ് ചോറും ഉണ്ട്. നീ എനിക്ക് ഇവിടെ എന്തോരം കഴിക്കാൻ പറ്റുന്ന അമ്മ ഒരു ചോദ്യം ചോദിച്ചു. സോ നമ്മൾ എഫേർട്ട് എടുക്കാതെ ഉള്ള സൈക്ലിങ് കുറച്ച് നാൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു വ്ളോഗും കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ചലഞ്ച് നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ സൈക്കിള്, ടോഡിൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ സൈക്കിള് സെല്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോഡ്, ക്രാഡിയാക്ക്, ഈ മോട്ടറാഡ്, ഏത് സൈക്കിൾ വേണമെങ്കിലും. ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ടോഡ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിൽ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ വീട്ടിലെത്തിച്ച് തരും. വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. സോ ഇന്ന് ചെറിയൊരു ഫുഡ് ചലഞ്ചാണ് ഗൈസ്, ഫുഡ് ചലഞ്ച്. അനിയനും കാര്യങ്ങളും ഇവിടെ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട്. എടാ, നിനക്ക് എത്ര ചപ്പാത്തി തിന്നാൻ പറ്റും? 3 മാക്സിമം 4. മാക്സിമം പോയ 4 ചപ്പാത്തി. ഞാൻ രാജസ്ഥാനിൽ വെച്ച് എത്ര ചപ്പാത്തി തിന്നിട്ടുണ്ടെന്ന് അറിയോ? റൊട്ടി 5 എണ്ണം ആ വീഡിയോ എടുത്ത് നോക്കിയാൽ 5 എണ്ണം പോരാ, 5-ന് മേലെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 8 റൊട്ടി കഴിച്ചിട്ടുണ്ട്, 8 ചപ്പാത്തി കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ്, അതെ, പപ്പടം എല്ലാം കൂടി അങ്ങനെ ഒരു സദ്യ ഒരു ഇതുണ്ട് കേട്ടോ അവിടുത്തെ ഫുഡായിട്ട്. നീ എൻ്റെ ചാനൽ എടുത്തിട്ട് എത്ര റൊട്ടി കഴിച്ചിട്ടുണ്ട് എൻ്റെ ചാനലെടുത്തിട്ട് ഷോർട്ട് വീഡിയോസാണ് നമുക്ക് റീച്ച് പോയി നോക്കണത്. ആ ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഏറ്റവും പോപ്പുലർ ഷോർട്സ് എടുക്കുക. അതിൽ ഇതുണ്ടാവും, എത്ര റൊട്ടി, അതേ തന്നെ ഈ സാധനം റൊട്ടി അതന്നെ. ഇതിൽ എത്ര റൊട്ടി കഴിച്ചിട്ടുണ്ടെന്ന് നോക്ക് കേട്ടാ. ഓക്കെ, ചോറല്ല റൊട്ടി കഴിച്ചിട്ടുണ്ട്, അത് നോക്കി നോക്ക്. അവനെന്തായാലും അവിടെ ആ സാധനം നോക്കട്ടെ കേട്ടാ, എന്താണ് അവൻ എത്ര റൊട്ടി കഴിച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഈ ഗ്യാസിന് തീ വരല് കുറവാട്ടാ, ഇപ്പുറത്ത് കത്തിക്കാം. സോ നമുക്ക് പയ്യെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. കുക്ക് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി വാങ്ങിയിട്ടുണ്ട്. ഈ സാധനം ഞാൻ അങ്ങനെ വീട്ടിൽ വാങ്ങാറില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വീട്ടുകാർ പറയണത് ജയിൽ ചപ്പാത്തിയാണ് നല്ലതെന്ന് കേട്ടോ. ജയിൽ ചപ്പാത്തിയാണ് നല്ലതെന്ന്, ഇങ്ങനത്തെ നടന്ന് വാങ്ങരുതെന്ന് വീട്ടിൽ പറയാറ്. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, പണിയെടുക്കാൻ മടിയാണ്. എങ്ങനെ കഷ്ടപ്പെടാതെ മോക്ഷത്തിൽ പോവാം എന്ന് കളിയാക്കി പറയും. അതുപോലത്തെ ഒരു പരിപാടി വേണമെന്ന് പറയാം. പക്ഷേ ഇത് എന്നെ തന്നെ വയ്ക്കുന്നൊരു ചലഞ്ചാണ് ഗൈസ് ഇത്. സോ ആദ്യത്തെ ചപ്പാത്തി ഇട്ടിട്ടുണ്ട്, ആദ്യത്തെ റൊട്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് ഇട്ടിട്ട് നമുക്ക് നോക്കി നോക്കാം ഗൈസ് എത്ര റൊട്ടി കഴിക്കാൻ പറ്റും എന്നുള്ള സംഭവം കേട്ടോ. അതുപോലെ തന്നെ ആലു പൊറോട്ട, അടുത്തത് ആലു പൊറോട്ട ചലഞ്ചാണ് പറഞ്ഞത് കേട്ടോ. ഏത് ഫുഡ് ചലഞ്ചാണ് വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ വേറൊരു ഇതുണ്ട് കേട്ടോ. ഡോമിനോസിൻ്റെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 10 പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണോ അതോ 10 വെറൈറ്റി പിസയാണോ ഉള്ളതെന്ന് കേട്ടോ. എന്തൊരു സംഭവം ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. 1200 രൂപയുടെ ഒരു ഇതാണ്. 10 വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. വലിയൊരു ഗേമണ്ടൻ പിസ കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്താലൊന്നുണ്ട്. പക്ഷേ എല്ലാം കൂടി ഓവറാവുമെന്നൊരു പേടിയുണ്ട് കേട്ടോ. സോ നമുക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ ചെയ്യാമല്ലോ. നമ്മൾ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾ വേറെ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു തിന്നു മുടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു റാൻഡമായിട്ട് പറഞ്ഞു പോയതാണ്. നമ്മൾ കേരള ടു കശ്മീർ യാത്ര ചെയ്തതിൽ കുറേ നെഗറ്റീവ് കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോസിന്. ഇങ്ങനെയാണോ ഒരു ആദിത്യ മര്യാദ, അവർ നിന്നോട് കാട്ടുമ്പോൾ നീ അവരോടടുത്ത് കാട്ടാം. പല സ്ഥലങ്ങളിലും നമുക്ക് റൊട്ടി അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ 2 ദിവസം 3 ദിവസം അതെ റൊട്ടി പൊന്തിട്ടാ. അയ്യോ ദൈവേ, അയ്യോ എടാ മരത്തിൻ്റെ കയ്യിലില്ലടാ. ഓ ബന്ധത്തില്ല, തീ കുറച്ച് കഴിക്കട്ടെ. ചില സ്ഥലങ്ങളിലൊക്കെ ഞാനിപ്പോൾ പഞ്ചാബി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പഞ്ചാബി അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഓർമ്മയുണ്ട, അവിടേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പാഴ്സൽ ഞങ്ങൾ വാങ്ങിയിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ വരുന്നുണ്ട്. നമ്മൾ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ ആൾക്കാരിലേക്ക് കൂടുതൽ എൻഗേജ് ചെയ്യാൻ കുറച്ച് ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് പറയണമെന്നുള്ളൂ കേട്ടോ. അവരെ ഞാൻ തിന്നു മുടിപ്പിച്ചു, അവരെന്നിട്ട് പറഞ്ഞു വിട്ടു എന്നൊക്കെ. അവരങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ആർക്കും ദോഷം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ തിന്നു മുടിപ്പിക്കൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സോ എന്നെ എല്ലാ ദിവസവും കണ്ട്
എൻ്റെ ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് പറയണമെന്നുണ്ട്. റാൻഡമായിട്ട് ആൾക്കാർ ചിലപ്പോൾ തെറി വിളിക്കും, കമൻറ്റ് വരും, അതൊക്കെ സ്ഥിരം എനിക്ക് കിട്ടണതാണ്. അതൊക്കെ തയമ്പിച്ച് ഗൈസ്. ഈ ഒരു ലെയർ കണ്ട അതങ്ങനെ തയമ്പിച്ച ലെയറാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ ഞാൻ വാങ്ങി കൊടുത്തിട്ടാണ് ഇത് ചെയ്യാറ്. ഫുഡ് ചാലഞ്ച്, നമ്മളെ ഫുഡ് ചാലഞ്ച് കണ്ടിട്ട് നമ്മളെ വിലയിരുത്തുന്നവരുണ്ടാവും. ഇല്ല, എനിക്കറിയാം ഒരു നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാന്യത കാത്തു സൂക്ഷിക്കാൻ അത് എൻ്റെ ട്രിപ്പിൽ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. സോ അതൊന്ന് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. സോ എത്ര ചപ്പാത്തി ഉണ്ടെന്ന് അറിയില്ല, ഇതിൽ 10 എണ്ണങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. 10 ചപ്പാത്തിയാണ് ഇതിലുണ്ടാവാന്ന് തോന്നുന്നുണ്ട്. സോ 10 ചപ്പാത്തി ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. സോ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ഗൈസ് ആദ്യം ഞാൻ. ഗൈസ് ഇത് വേവട്ടെ കേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ ആകെ ഒരു മാവുള്ളൂ കേട്ടാ, മൂവാണ്ടൻ്റെ വീടിൻ്റെ ബാക്കിൽ. സോ ഞാൻ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് സാധനം കൃത്യം മൂത്തു കൂട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യപാകമായി. ഇത് അമ്മാമ്മയുടെ സ്പെഷ്യൽ മാങ്ങ അരിഞ്ഞിട്ട് ഇട്ടതാ. മൂവാണ്ടനെല്ലാം ഉണ്ട്. ഞാനിത് ഉപ്പും മിളകൊക്കെ തിരുമ്പി വെച്ചിട്ട് കഴിച്ചു തുടങ്ങും കേട്ടോ. അപ്പം കഴിച്ചു തുടങ്ങും. ഇത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൊടില്ല. ഓ കുറച്ച് കരിഞ്ഞു കഴിച്ചു. ആ മാങ്ങ തിന്നതിൽ കുറച്ച് കരിഞ്ഞു കേട്ടോ. ഉപ്പും മിളകും ഇട്ടിട്ട് കഴിക്കാൻ അടിപൊളിയാണ് മൂവാണ്ടൻ മാങ്ങ. അതുപോലെ തന്നെ ചാമ്പയ്ക്കയിൽ ഉപ്പിട്ടിട്ട്, നല്ല മധുരമുള്ള ചാമ്പയ്ക്കയിൽ ഉപ്പിട്ടിട്ട് വെയിലത്ത് വെച്ച് കഴിക്കാനും അടിപൊളിയാട്ടാ. സോ ഇത് ഏകദേശം നമ്മുടെ തീരുമാനമായിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അമ്മ കണ്ട് തന്നെ കൊല്ലുത്. സോ ഇതങ്ങോട്ട് ചുറ്റിട്ട് നമുക്ക് പരിപാടി നോക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 എണ്ണം ഉള്ളൂ. നോക്കി നോക്കാം എത്ര എണ്ണം പറ്റുമെന്ന്. രാജസ്ഥാൻ റൊട്ടിയാണോ നമ്മുടെ നാടൻ റൊട്ടിയാണോ ഹെവി എന്ന് നോക്കാം കേട്ടോ. രാജസ്ഥാൻ റൊട്ടി ഇത്ര വട്ടം ഉണ്ടാവില്ല, ഇത്ര വലിയ വട്ടം ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ല വട്ടമുണ്ട്. ഇതിൻ്റെ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ, ലൈക്ക് നമ്മുടെ പപ്പടത്തിൻ്റെ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ ഈ 2 റൊട്ടി വെച്ച ഏകദേശം ഒരു കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് തന്നെ, ഈ സെയിം സാധനം തന്നെ, ഈ കട്ടി തന്നെ, വെന്ത് വരുമ്പോഴുള്ള കട്ടി, ഈ കട്ടി സെയിം തന്നെ. പക്ഷേ വട്ടം അത്ര ഉണ്ടാവില്ല കേട്ടോ. രാജസ്ഥാനിൽ എനിക്ക് കിട്ടിയ റൊട്ടി, ആ ഫുഡ് ചാലഞ്ച് ചെയ്തിട്ടുള്ള റൊട്ടി. സോ നോക്കി നോക്കാം. റീൽ വേഴ്സസ് റീൽ, REELഉം REALഉം. ഗോ ഗൈസ്. അങ്ങനെ എല്ലാം റെഡിയാക്കി. 1 2 3 4 5 6 7 8 9 10. ഒരു പാക്കറ്റ് ഫുള്ള് ചപ്പാത്തി, 10 ചപ്പാത്തി, തൈര്, നോർത്തിലൊക്കെ കിട്ടുന്ന പോലെ തൈര്, കുറച്ച് ഉപ്പ് എടുത്താടാ തൈരില്, പച്ചമുളകും സബോളയും അതുകൊണ്ട് വേണമായിരുന്നു. ഇത് ഞാൻ ചട്ടി അടക്കം കൊണ്ടുവച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ദാൽ മഖിനി എന്ന് പറയില്ല, ആ സാധനം കേട്ടോ. ചട്ടി അടക്കം കൊണ്ടുവച്ചിരിക്കുകയാണ്. സോറി ഗൈസ്, അമ്മ തെറി പറയട്ടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. സോ പടയ്ക്കാം, ജ്യൂസ് കഴിക്കും. സോ എത്ര എണ്ണം കഴിക്കും? വീഡിയോയിൽ എത്ര എണ്ണം കണ്ടേ? 8 എണ്ണമാണ്. 8 റൊട്ടിയാണ് കേട്ടാ നമ്മള് സാധനം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാൻ പറ്റുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടാ. സോ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമുക്ക് സെയിം കറിയാണ് കേട്ടാ. ഇതിവിടെ ഇരിക്കണതും സെയിം കറിയാണ്, അതുപോലെ തന്നെ ഇതും സെയിം കറിയാണ് കേട്ടാ. ഇനിയിപ്പോൾ ബാലൻസ് വന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. നീ ഫുഡ് കഴിച്ചിട്ടില്ല? തുടങ്ങാൻ പോകണം കേട്ടോ. അത് ഓൺ ചെയ്തോ. സോ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടിയിലുള്ളത് ഫുള്ള് എടുക്കാൻ കേട്ടോ. നമ്മൾ വേസ്റ്റ് ചെയ്യില്ല കേട്ടോ, ഒന്നും വേസ്റ്റ് ചെയ്യില്ല, അത് പേടിക്കണ്ട, ഒന്നും വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഒരു സാധനം ഞാൻ വേസ്റ്റ് ചെയ്യില്ല, വെറുതെ കളയില്ല കേട്ടോ. കാരണം ഫുഡിൻ്റെ വില ഞാൻ 3 മാസത്തിൽ ഞാൻ അറിഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വേസ്റ്റ് ചെയ്യില്ല, പറ്റുന്നതേ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. സോ ഒന്നാമത്തെ ബൈറ്റ് എടുക്കാൻ പോവാ. തീരോ? കുഴപ്പമില്ലാണ്ട് പറ്റുന്ന തോന്നണേ നിനക്ക്? എനിക്കറിയില്ല, പറ്റൂല, എനിക്കറിയില്ല. അപ്പൊ അന്ന് നീ കഴിച്ചോ? എടാ അന്ന് ഫുഡ് പോയ്സൺ കഴിഞ്ഞിട്ട് നല്ലോണം കാലറി കയറ്റണം എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ നിർബന്ധിതമായിട്ട് കഴിച്ചതാ. പിന്നെ എപ്പോഴാണ് ഫുഡ് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ
നോക്കാം. പയ്യെ കഴിച്ചാൽ മതി. വെള്ളം. ആദ്യത്തെ ചപ്പാത്തി കഴിഞ്ഞു കേട്ടോ. രണ്ടാമത്തെ ഈ സാധനം കഴിച്ചിട്ട് വല്ല അസുഖം വരുമെന്ന് എൻ്റെ പേടി. ചപ്പാത്തി കഴിച്ചിട്ടേ വെള്ളം അധികം കുടിക്കാൻ പാടില്ല കേട്ടോ. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് നിറയും. 1 2 3 4 5 6 6 കഴിഞ്ഞു. അല്ല 6 കഴിച്ചു. അല്ല ബാക്കിയുണ്ട് 6 ബാക്കി ബാലൻസ് 6 ഉണ്ട്. സോറി ഗൈസ്, ആമ്പൊക്കെ ഒരു കേട്ടോ, സോറി. മോനെ. സോ ഇതോടുകൂടി 5 കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എത്ര എണ്ണം പറ്റുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. തൈരും കോപ്പിറൈറ്റ് വരാടാ, പാട്ട് ഓഫ് ചെയ്യും. തൈരും ചപ്പാത്തിയും കൂട്ടി കഴിക്കുമ്പോൾ എൻ്റെ അവിടുത്തെ ഓർമ്മ വരുന്നേ ആ പുളി. നാട്ടിലത്തെ ഞാൻ അവിടെ കഴിക്കുമ്പോഴേ അവിടുത്തെ ഈ സാധനങ്ങൾ ഡയറി പ്രൊഡക്ട്സ് ഭയങ്കര ക്വാളിറ്റി സാധനങ്ങൾ അവിടെ. ഇവിടെ നാട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത് ആ ഭാഗങ്ങളൊക്കെ ഡയറി പ്രൊഡക്ട്സ് ഭയങ്കര ഇതാണ്. കറി വേണമെങ്കിൽ എടുത്തോ നീ. നിങ്ങൾക്ക് തൈര് ഇഷ്ടമായിട്ടു. ഇതിൻ്റെ ഇടനാടാ വേറെ ഇതിൻ്റെ മിൽക്കി മിസ്റ്റ് അല്ല, 35 രൂപയുണ്ട്. 35 രൂപ 40 രൂപ ഉണ്ട് ഒരു പാക്കറ്റിന്. കൊള്ളാം തൈര്. സോ 5 കഴിഞ്ഞു കേട്ടോ. തോന്നല്ല കേട്ടോ. 5 മണി കഴിയാൻ പറ്റും തോന്നില്ല. എൻ്റെ വയറിപ്പോൾ ഫുള്ളായി. അങ്ങനെ വിചാരിക്കില്ല. ചത്തൂടാ. ഞാൻ ഇതിൽ ആരെ കത്ത് പോയേക്കണം. സോ ഈ ഒരു ബൈറ്റോട് കൂടി 5ാമത്തെ സക്സസ്ഫുള്ളി കഴിച്ചു തീർന്നു കേട്ടോ. അങ്ങനെ എണീറ്റ് നടക്കണം. 5 കഴിഞ്ഞു. സോ അടുത്ത ലാസ്റ്റ് സെറ്റ് കേട്ടോ. ലാസ്റ്റത്തെ 5 നേരെ ടൈം ലാപ്സിലേക്ക് പോവാം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഇനി ഫുള്ള് കഴിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കഴിക്കായിരുന്നു. ടൈം ലാപ്സ് അങ്ങനെ പോയോണ്ടിരിക്കുന്നു. 2 കൂടെ ഉള്ളു. 8 ചപ്പാത്തി കഴിച്ചു. 7. 8ാമത്തെ ഫുള്ള് ഇവിടെ ഉണ്ട്. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ തൊളാം. ഇവിടെ മാത്രം നോക്കി ക്യാമറയിൽ നോക്കുമ്പോൾ ഇവിടെ മാത്രം പാൻ്റെ നടുക്ക് ചൂട് കൂടിയിട്ട്. എടാ പണിയാവോന്ന് എൻ്റെ പേടി.
ഐ ആം ഓൾവേസ് വൺ സ്റ്റെപ്പ് അഹെഡ്. ഓ എന്നിട്ടാ മറ്റേ എന്നിട്ട് അവൻ്റെ പേര് നിക്കി അവക്കാഡോ. അങ്ങനെന്തോ നിക്കി അവക്കാഡോ എന്നാണ് പേര്. ഇത് തുടരുന്നതല്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഹെൽത്തും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയാ തുടങ്ങുമ്പോൾ എല്ലാവരും പറയാ, ഇപ്പൊ കമന്റ് വരും. അവിടെ ജൂണോന് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഇവിടെ മുടിഞ്ഞ തീറ്റി. ഗൈസ്, നോർമൽ വീഡിയോയിൽ നിന്നും ടൈം ലാപ്സിലേക്ക് മാറ്റുന്ന ആ ഒരു സമയം മാത്രമേ കട്ടിങ് ഉള്ളൂ കേട്ടോ. അതിൽ വേറെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ടൈം ലാപ്സിൽ എവിടെയാ നിൽക്കണത് അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇതിന് എലിയുടെ പ്ലേറ്റിലും ഉണ്ടാവുക. ഒരു ഉടായ്പൂല കേട്ടോ ഇതിൽ. എൻ്റെ പൊന്നെടാ, എനിക്ക് കക്കൂസേ പോണം. ലാസ്റ്റത്തേടാ അത് ഞാൻ ഇപ്പുറത്തൊരു ടൈം ലാപ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഒരു ടൈം ലാപ്സ് വെച്ചിട്ടുണ്ട്. അതിന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ഇൻസ്റ്റാഗ്രാമിലേക്ക്. എൻ്റെ അമ്മോ, ഇനിയൊരു മൗണ്ടൻ ഡ്യൂ. ഓ, വാട്ട് എ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്. നമ്മുടെ പുത്തേറ്റ് ട്രാവൽ അല്ലേ, അവർക്ക് ട്രാവൽ വീഡിയോസും അവർക്ക് യൂട്യൂബർ ആവാനും പറ്റും, അവരുടെ ബിസിനസ് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ത്രാസും ഈക്വൽ ആയിട്ട് നിൽക്കും. അതുപോലെയാണെന്ന് പറയാം എനിക്ക് ഈ സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് നല്ലോണം കഴിക്കാനും പറ്റും, അതുപോലെ ബേൺ ചെയ്യാനും പറ്റും. പൊട്ടാ, നീ ആരോടാ ഞാൻ പറയണേ? നിനക്ക് മനസ്സിലായേ? ഫുഡ് കഴിക്കാനും പറ്റും, അതുപോലെ ബേൺ ചെയ്യാനും പറ്റും അല്ലേ? നമ്മള് ട്രാവൽ സീരീസ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള ടു കാശ്മീർ, കേരള ടു തൃശ്ശൂരിൽ നിന്ന് ഗോവ, ഇവിടെ നിന്ന് കൊടൈക്കനാൽ, ഊട്ടി, അങ്ങനത്തെ ഒരു ഇതല്ല വരണത്. ഫുഡ് കലോറി ബേൺ ചെയ്യാം. മനസ്സിലായി? അനിയന് പ്രതിരിക്കുന്നുണ്ടാ, ഇവിടെ വന്നിരിക്കും, പ്രതിരിക്കും. അയ്യോ, ആ കിട്ടി. ശരിയാന്ന് ക്യാമറ തെറ്റിട്ടാ. മോനെ അങ്ങനെ വിചാരിക്കാണ്ടിരിക്കും, എല്ലാം കൂടി തള്ളി വരുന്നൊരു പേടി. അത് ഞാൻ വിചാരിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടല്ല, പോലും ബോഡിക്ക് പറ്റാണ്ടായി കഴിയുമ്പോഴാണ് ഇൻഫെക്ഷൻ വരുമ്പോ ജൂണ് ഛർദ്ദിച്ചിട്ട് ബോഡിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, പറ്റാണം തള്ളി വരണതാ. പീസോനേ ഉള്ളൂ കേട്ടോ. ഇവന്മാര് ഇതില് വല്ല കെമിക്കൽ ഇട്ടുണ്ടാ? എനിക്കതാ പേടി. സംഭവം ചൂടാക്കി കഴിക്കുന്ന ഇത് എന്താ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. എനിക്ക് അതാ പേടി. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതുകൊണ്ടൊരു പേടിയുണ്ട്. 10 എണ്ണം കഴിക്കുമ്പോ അത്രയും ഡോസേജ് കയറല്ലേ ബോഡിയിലേക്ക്. 10 എണ്ണം കഴിക്കാൻ പറ്റുമോ? വീട്ടിലുണ്ടാക്കുന്നത് 10 എണ്ണം കഴിക്കാൻ പറ്റുമോ? ഇതാണ് ഏറ്റവും ഹെവി സാധനം. രാജസ്ഥാനില് ഈ ചപ്പാത്തിനെക്കാട്ടും നമ്മളെ പപ്പടത്തിന്റെ അത്ര വലിപ്പുണ്ടാവുള്ളൂ. ഇതിന്റെ അത്ര വലിപ്പുണ്ടാവുള്ളൂ, ഇതിന്റെ അത്ര കട്ടിന് ഉണ്ടാവുള്ളൂ. ഞാൻ നോക്കി, വേവിച്ച് കഴിയുമ്പോ ഇതിന്റെ അത്ര കട്ടിന് ഉണ്ടാവുള്ളൂ. 10 ചപ്പാത്തി കഴിച്ചു.
ലാസ്റ്റ് ബൈറ്റ് ലാസ്റ്റ് ബൈറ്റ്. ലാസ്റ്റ് ബൈറ്റ് എത്ര ഒക്കെ എടുക്കണം വയറ് ചാടിയിട്ടില്ല കേട്ടോ. ഫുള്ള് കഴിഞ്ഞു കേട്ടോ. അത് ടൈം ലാപ്സ് ആടാ. ടൈം ലാപ്സ് മാത്രമേ ഉള്ളൂ 10 ചപ്പാത്തി കഴിക്കണത്. സോ 10 ചപ്പാത്തി കഴിച്ച് 10 ചപ്പാത്തി. അടുത്ത ചലഞ്ച് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. അങ്ങനെ ഞാനൊരു കൺട്രോൾ ചെയ്തിട്ടേ വെക്കുള്ളൂ. പക്ഷേ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. സ്റ്റേ ട്യൂൺ ഗൈസ്. നാളെ 6 മണിക്ക് കാണാം കേട്ടോ. സോ